ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്യൂട്ടിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. മെയിനായിട്ട് എനിക്ക് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചു, എൻ്റെ വീഡിയോസ് നല്ല യൂസ്ഫുൾ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഹാപ്പിയായി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, അപ്രിഷ്യേറ്റ് ചെയ്ത് എല്ലാവർക്കും. ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോണത് കുറേ കമൻസും കുറേ ഡി എമ്മും വന്നത് മെയിനായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. എൻ്റെ മാർക്ക് വെച്ചിട്ട് എനിക്ക് അഡ്മിഷൻ കിട്ടുമോ, എൻ്റെ മാർക്ക് വെച്ചിട്ട് ഈ കോളേജിൽ ഈ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുമോ, അല്ലെങ്കിൽ എൻ്റെ മാർക്ക് വെച്ചിട്ട് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടുമോ, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. പിന്നെ ഏത് സബ്ജക്റ്റ്, ഈ സബ്ജക്റ്റിൽ ഈ യൂണിവേഴ്സിറ്റി കിട്ടുമെന്ന്, അങ്ങനത്തെ കുറേ ഡൗട്ട്സ് എല്ലാവർക്കും അറിയേണ്ടത് അവരുടെ മാർക്ക് വെച്ചിട്ട് എവിടെയൊക്കെ കിട്ടും എങ്ങനെയൊക്കെ എന്നുള്ളൊരു കുറേ കമൻസും കുറേ മെസ്സേജസും വന്നു. അപ്പം മുതൽ ഞാൻ വിചാരിച്ചത് ഓരോന്ന് റിപ്ലൈ എടുക്കാനായിട്ടും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് തന്നെ ഏകദേശം എങ്ങനെയാണെന്നൊക്കെ ഐഡിയ കിട്ടും. സോ ഇന്നത്തെ വീഡിയോ അതിനുള്ള ആൻസേഴ്സ് ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, മെയിനായിട്ട് ഇതിൽ ഞാൻ ടയർ 1, ടയർ 2, ടയർ 3 എന്ന് പറഞ്ഞിട്ട് ഓരോ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യലുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടും കുറേ ആൾക്കാർ ചോദിക്കേണ്ട, അതെങ്ങനെ അറിയാൻ പറ്റുക ടയർ 1ലുള്ള യൂണിവേഴ്സിറ്റി ഏതാണെന്നൊക്കെ. അപ്പോൾ അതിനുള്ള ഒരു ആൻസറും ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് യൂണിവേഴ്സിറ്റീസ് എന്നൊക്കെ ഞാൻ ഒരു എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെടും എന്തായാലും. സോ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആൻസർ പറയാൻ പോണത്, എനിക്ക് എൻ്റെ അഡ്മിഷൻ എൻ്റെ മാർക്ക് വെച്ചിട്ട് ഈ യൂണിവേഴ്സിറ്റി കിട്ടുമോ, ആ യൂണിവേഴ്സിറ്റി കിട്ടുമോ, ഈ സബ്ജക്റ്റിന് കിട്ടുമോ, ഈ സബ്ജക്റ്റിന് ഈ യൂണിവേഴ്സിറ്റി കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നതിനാണ്. മെയിൻലി ഞാൻ പറയാം, ഇപ്പോൾ 250 to 300 ആൾക്കാർക്ക് നമുക്ക് ഒരു 99% ഉറപ്പിച്ചിട്ട് പറയാം അവർ വിചാരിക്കുന്ന യൂണിവേഴ്സിറ്റി അവർക്ക് കിട്ടും എന്നുള്ളത്. പക്ഷെ 1% ഞാൻ അതിൽ കുറക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ചില സബ്ജക്റ്റ് വൈസ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, സബ്ജക്റ്റ് വൈസ് കോമ്പറ്റീഷൻ കൂടി വന്നാൽ, അതായത് ആ സബ്ജക്റ്റിന് നല്ല ഡിമാൻഡുള്ള സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ 250 കിട്ടിയ ആൾ തന്നെ ആ സബ്ജക്റ്റിന് അവർക്ക് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റി മാത്രം കൊടുത്തിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിരിക്കുക. അവർ വേറെ യൂണിവേഴ്സിറ്റീസ് ഒന്നും കൊടുക്കില്ല, കാരണം അവർക്ക് അത്രയും കോൺഫിഡൻസ് ആയിരിക്കും അവിടെ കിട്ടും എന്നുള്ളത്. പക്ഷെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ മേ ബി കിട്ടാതെ പോകാം. അതിൽ ഒരു റീസൺ ചിലപ്പോൾ ആ സബ്ജക്റ്റിൻ്റെ ഡിമാൻഡ് ആ യൂണിവേഴ്സിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ അവർ സെയിം എന്താ പറയുക, അവർ 250 മാർക്ക് ഉണ്ടെങ്കിലും അവരായിട്ടിലും ഹൈ മാർക്ക് നിൽക്കുന്ന ആൾക്കാർ അവിടെ തന്നെ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് കൊടുക്കുന്നവരുണ്ടാവും. പിന്നെ കാറ്റഗറി വൈസ് മാറാൻ ചാൻസ് ഉണ്ടാവും. OBC, SC, ST, ജനറൽ അങ്ങനെ കാറ്റഗറി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയും സീറ്റിൽ ചില ചേഞ്ചസ് വരാൻ കാരണമാവും. ചിലപ്പോൾ ആ 250 ഓക്കെ, ചിലപ്പോൾ ഒരു 270 ആളാണെന്ന് വെച്ചിരിക്കുക, പക്ഷേ 250 ആൾ കയറിപ്പോയാലും ചിലപ്പോൾ അയാൾ കയറി പോകണമെന്നുണ്ടാവില്ല, കാരണം കാറ്റഗറി വൈസ് ഉള്ള ചേഞ്ചസ് ഉള്ളതുകൊണ്ട്. സോ ഞാൻ പറയണത്, എന്തായാലും 1, 2, 3 കൊടുക്കാൻ നോക്കുക ഇത്രയും മാർക്കുള്ള ആൾക്കാർ. അപ്പോൾ അവർക്ക് ഒരു 99% അവർ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ എല്ലാവരെയും വെച്ചിട്ട് ഞാൻ പറയുകയാണ്, എല്ലാ സ്റ്റുഡൻസും വെച്ചിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ മാർക്ക് വെച്ചിട്ട് ഇങ്ങനെ കിട്ടുമോ അങ്ങനെ കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ അത് ഒരിക്കലും ഉറപ്പിച്ച് അങ്ങോട്ട് പറയാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ കൊടുക്കുന്ന രീതിക്കനുസരിച്ച് നിൽക്കും നിങ്ങൾ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റി കിട്ടുന്ന കാര്യം. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന സബ്ജക്റ്റിൻ്റെ ഡിമാൻഡിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റി കിട്ടുമോ കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ. സോ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള കാര്യം മനസ്സിലാവും. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു 150 മാർക്കുണ്ട് നിങ്ങളുടെ സബ്ജക്റ്റിൽ, നിങ്ങൾ ചൂസ് ചെയ്ത സബ്ജക്റ്റിൽ 150 മാർക്കുണ്ട്. പക്ഷെ നിങ്ങളെ ഫ്രണ്ടിന് 100 മാർക്കുള്ളൂ എന്ന് വിചാരിച്ചു. ഓക്കെ, 100 വേണ്ട, നമുക്കൊരു 130-40 ആക്കാം. ഓക്കെ, 140 മാർക്കുള്ളൂ. അപ്പം നിങ്ങൾക്ക് 180 ഉണ്ട്, നിങ്ങളെ ഫ്രണ്ടിന് 140 മാർക്കുള്ളൂ. ആ കുട്ടി വേറെ സബ്ജക്റ്റ്, നിങ്ങൾ വേറെ സബ്ജക്റ്റാണ് എഴുതിയത്. പക്ഷെ നിങ്ങൾക്ക് 180-ഉം ആ കുട്ടിക്ക് 140 ആണെങ്കിൽ ചിലപ്പോൾ ആള് നേരത്തെ കയറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ആള് കൊടുത്ത യൂണിവേഴ്സിറ്റിയിൽ നേരത്തെ കിട്ടാനുള്ള ചാൻസ്. അപ്പം നിങ്ങൾ വിചാരിക്കാതെ എന്താ എനിക്ക് കിട്ടാത്ത, എനിക്ക് അവരാകട്ടിലും കൂടുതലുള്ള മാർക്ക് ഉണ്ടല്ലോ നിങ്ങൾ വിചാരിക്കും. ഒന്നാമത്തെ കാര്യം കാറ്റഗറി വൈസ് ഉള്ള ചേഞ്ച് ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം സബ്ജക്റ്റിന്റെ കോമ്പറ്റീഷൻ ലെവൽ അനുസരിച്ചിരിക്കും. നിങ്ങൾ ഇംഗ്ലീഷിലുള്ള ആളാണ്, അപ്പോൾ പക്ഷെ നിങ്ങളെ ഫ്രണ്ട് ചിലപ്പോൾ വലിയ കോമ്പറ്റീഷൻ ഒന്നും ഇല്ലാത്ത കോഴ്സ്, യോഗ ഒക്കെ ഉള്ള പോലത്തെ കോഴ്സാണ് എടുത്തതെന്നുണ്ടെങ്കിൽ ആൾക്ക് നേരത്തെ കിട്ടും. കാരണം ഇംഗ്ലീഷിലൊക്കെ നല്ല കോമ്പറ്റീഷനാണ്. അപ്പോൾ
അങ്ങനത്തെ ഒരു സംഭവം ഇതിലുണ്ട്. അതും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. സോ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സബ്ജക്റ്റിന്റെ കോമ്പറ്റീഷൻ ലെവല്, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി, നിങ്ങൾ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റിന്റെ കോമ്പറ്റീഷൻ, അതായത് അതിൻ്റെ ഒരു പോപ്പുലാരിറ്റി എത്രത്തോളം ഉണ്ട്, പിന്നെ നിങ്ങളുടെ കാറ്റഗറി വൈസ് ഉള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് മാത്രം നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതെങ്ങനെ നോക്കണ്ടേ എന്നുള്ള കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സംസാരിച്ചിരുന്നു, എക്സാം സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ വീഡിയോയിൽ. സോ അത് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളും അതും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ കുറേ ആൾക്കാർ എനിക്ക് ഇത്ര മാർക്കുണ്ട്, അപ്പം ഇത്ര മാർക്കുണ്ട് കിട്ടും, അപ്പം എനിക്ക് ഇത്ര കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ CUT-ന്റെ കാര്യത്തിൽ നമുക്ക് ഹൈ മാർക്ക് ഉണ്ട് എന്ന് വിചാരിച്ച് ഉറപ്പായിട്ട് കിട്ടുന്നില്ല, ലോ മാർക്ക് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് കിട്ടാതെ നിൽക്കില്ല. അങ്ങനത്തെ ഒരു ലെവലാണ്. അതായത് നമ്മൾ കൊടുക്കണതിനനുസരിച്ചാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, നല്ല ടോപ്പിലുള്ള ആൾക്കും ചിലപ്പോൾ കാറ്റഗറി വൈസ് മാറാനുള്ള ചാൻസ് ഉണ്ട്. 250 നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ ഇനിയിപ്പോൾ കുറവുള്ള ആൾക്കാർക്കും കിട്ടൂല എന്നല്ല, ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഒക്കെ കിട്ടും എന്ന് കരുതി പറ്റ കുറവായി പോകരുത്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഞാൻ മെയിനായിട്ട് പറയാണ്, അഡ്മിഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിൻ്റെ പോപ്പുലാരിറ്റി, കാറ്റഗറി വൈസ്, പിന്നെ കോഴ്സിൻ്റെ പോപ്പുലാരിറ്റി, പിന്നെ സീറ്റ് അവൈലബിലിറ്റി, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുന്ന കാര്യങ്ങൾ വരുന്നത്. സോ നിങ്ങളെ മാർക്ക് വെച്ചിട്ട് നിങ്ങൾ വിലയിരുത്തരുത്. നിങ്ങളെ മാർക്ക് മാത്രം വെച്ചിട്ട് നിങ്ങൾ അഡ്മിഷൻ അപ്ലൈ ചെയ്യരുത്. യു ഷുഡ് അവെയർ അബൌട്ട് ദീസ് തിങ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്യാം. ഇനി നമ്മൾ ഇത്രയും ദിവസം നിങ്ങൾ ചോദിച്ചിരുന്ന ടയർ 1, ടയർ 2, ടയർ 3 ഈ യൂണിവേഴ്സിറ്റികളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ടയർ 1-നെ കുറിച്ചിട്ട് സംസാരിക്കാം. ഇതെനിക്ക് കിട്ടിയ ഡാറ്റ വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. സോ നമുക്ക് ടയർ 1-ലുള്ള യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെ നോക്കാം. ഈ ടയർ 1-ലുള്ള യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അത് കോമ്പറ്റീഷന് ഹൈ ആയിരിക്കും. പിന്നെ അവിടുത്തെ മെയിൻ നല്ല റെപ്യൂട്ടേഷൻ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിക്കാരും. പിന്നെ യൂണിവേഴ്സിറ്റിന്റെ ക്വാളിറ്റി, പിന്നെ യൂണിവേഴ്സിറ്റിന്റെ കോമ്പറ്റീഷൻ ലെവല്, പിന്നെ അവിടുത്തെ ഫാക്കൽറ്റീസ്, പിന്നെ അവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന് സംഭവങ്ങൾ, പിന്നെ അവിടുത്തെ ബാക്കി കുറച്ച് അക്കാഡമിക് ആയിട്ടുള്ള കുറച്ച് ഹൈ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വെച്ചിട്ടാണ് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റിനെയാണ് നമ്മൾ ഈ ടയർ 1-ലുള്ള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ എന്തായാലും നല്ല ബെറ്റർ എക്സ്പോഷറും, നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ചേഞ്ചസ് ഉണ്ടാവുന്ന മെയിൻ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണിത്. പിന്നെ വലിയ ഫീസും ഇല്ല. ചില യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ട് പഠിക്കാനും പറ്റും. ചില യൂണിവേഴ്സിറ്റികളിലെ അലുമിനീസ് തന്നെ നമ്മൾ ഇപ്പോൾ കാണുന്ന പോപ്പുലറായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെയും. സോ നല്ലൊരു എന്താ പറയുക, എല്ലാവിധ എക്സ്പോഷറുള്ള യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ ടയർ 1-ലുള്ള ആദ്യത്തെ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് സംസാരിക്കാം. ആദ്യം എന്നല്ല, ഈ യൂണിവേഴ്സിറ്റി അത്യാവശ്യം നല്ല പോപ്പുലർ, അത്യാവശ്യം എന്നല്ല നല്ല പോപ്പുലർ ആയിട്ടുള്ള നല്ല പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ ഫീസ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. കാരണം എന്ത് ഫീസ് ഉണ്ട്, പക്ഷെ നമുക്ക് ഈ ഒറ്റൊരു എക്സാമിലൂടെ ഇതിൽ എൻ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ IITM ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ് എന്നാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ മെയിൻ. ഇതിൽ MBA ട്രാവൽ ആൻഡ് ടൂറിസം ആണ് മെയിനായിട്ട്. പിന്നെ MBAയിൽ വരുന്ന കുറച്ച് കോഴ്സുകളുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഇത് പക്ക MBA പഠിക്കുന്ന സ്റ്റുഡൻസിന് സെറ്റാണ് ഈ യൂണിവേഴ്സിറ്റി. പക്ഷെ നല്ല ഫീസ് ഉണ്ട്. സോ ബട്ട് ഫീസ് കൊടുത്താലും അതിനുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുക. നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അഡ്മിഷൻ കിട്ടും. നല്ല നല്ല ടോപ്പ് ലെവൽ കുട്ടികളും പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണിത്. സോ നല്ലൊരു എക്സ്പോഷർ കിട്ടും. അപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി ഓക്കെ ആണെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി നോക്കാം. രണ്ടാമത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് IIMC ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഈ യൂണിവേഴ്സിറ്റിയും സെയിം തന്നെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ട് മീഡിയ ലെവലിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. മീഡിയൻ്റെ അല്ലെങ്കിൽ ജേർണലിസം സംഭവങ്ങളൊക്കെ പഠിക്കാൻ പറ്റുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മെയിൻ ഫീസ് കൂടുതലാണ്, പക്ഷെ ക്വാളിറ്റി സെറ്റാണ്, ഹൈ ലെവലാണ്. സോ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിൻ്റെ റെപ്യൂട്ടേഷൻ അടിപൊളിയാണ്, നല്ല പ്ലേസ്മെൻറ്റ് കിട്ടുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെയൊക്കെ പഠിച്ചാൽ നമുക്ക് നല്ല പ്ലേസ്മെൻറ്റ്, ഹൈ ലെവൽ പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ ഇവിടെ മെയിനായിട്ട് ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒരു സംഭവമുണ്ട്. കോമ്പറ്റീഷൻ നല്ല കൂടുതലുള്ള യൂണിവേഴ്സിറ്റിയാണ്. അത്യാവശ്യം മാർക്ക് ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ നല്ല ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയൊരു യൂണിവേഴ്സിറ്റിയാണ്. സോ
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാൻ നോക്കാം. മീഡിയ ഒക്കെ പഠിക്കുന്ന ആൾക്കാർ, ജേർണലിസ്റ്റ് ഒക്കെ പഠിക്കുന്ന ആൾക്കാർ ഇപ്രാവശ്യം. പിന്നെ ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റികളിൽ അവർ ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ. അങ്ങനത്തെ കുറച്ച് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഇതിന്റെ ബാക്കിലുണ്ട്. പക്ഷെ അഡ്മിഷൻ കിട്ടും. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കും എന്നുള്ളതാണ്, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റി ഒക്കെ അപ്ലൈ ചെയ്യാൻ നോക്കാം. നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി, ഇവിടെ അത്ര ഫീ ഒന്നുമില്ല, JNU ആണ്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിയിൽ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഒന്നാണ്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഫോർഡബിൾ ഒരു ഫീസിന് പഠിക്കാൻ പറ്റുന്ന നല്ല യൂണിവേഴ്സിറ്റിയാണ്. സോ ഇത് നിങ്ങൾ എന്തായാലും അത്യാവശ്യം മാർക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. നല്ല കോമ്പറ്റീഷനുള്ള, നാഷണൽ ലെവൽ കോമ്പറ്റീഷനുള്ള, ഹൈ റെപ്യൂട്ടേഷനും ഹൈ ലെവൽ ഫാക്കൽറ്റീസും നല്ല ഗുഡ് പ്ലേസ്മെന്റ് ഒക്കെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണിത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു 220, 300 ആ ലെവലിൽ മാർക്ക് ഉണ്ടെങ്കിൽ ഷുവറായിട്ട് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. സോ നിങ്ങൾക്ക് അത്രയും മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ കോമ്പറ്റീഷൻ ലെവൽ, അതായത് സബ്ജക്റ്റിന്റെ കോമ്പറ്റീഷനും നിങ്ങളുടെ കാറ്റഗറി വൈസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ യൂണിവേഴ്സിറ്റി കൊടുക്കുക. സോ 220 താഴെയുള്ള ആൾക്കാർക്കും ഒരു കുഴപ്പമില്ലെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാം. മേ ബി നിങ്ങളുടെ കാറ്റഗറി വൈസ് ഒക്കെ നിങ്ങൾ കയറി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ നോക്കാം. പക്ഷേ ഈ യൂണിവേഴ്സിറ്റി അത്യാവശ്യം സെറ്റ്, ഫീസ് ഒന്നും കുറവുള്ള യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് ഇന്ത്യയിലെ തന്നെ ടോപ്പിൽ പഠിക്കാൻ പറ്റുക പറഞ്ഞാൽ അതൊരു ഭാഗ്യമല്ലേ. സോ ഇത് ചൂസ് ചെയ്യാം. ഇനി നമ്മുടെ 4ാമത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് HCU ആണ്, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. ഇതും ടോപ്പ് ലെവൽ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ, അത്യാവശ്യം മാർക്ക് ഉണ്ടെങ്കിൽ. കാരണം അഫോർഡബിൾ ഫീസിന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു, നമ്മളെ കൊണ്ട് എന്താ പറയുക, നല്ല രീതിയിൽ നമ്മളെ കൊണ്ട് വലിയ കഷ്ടപ്പാടൊന്നും ഈ ഫിനാൻഷ്യലി കഷ്ടപ്പെടുത്താത്ത ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക്, അതായത് ഒരു 210, 300 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്ജക്ട് വൈസും കാറ്റഗറി വൈസും ഒക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കുക. പിന്നെ ഇവിടെ 190, 210 ഉള്ള ആൾക്കാർക്ക് ഗുഡ് ചാൻസ്, 190 മുതൽ 210 ഉള്ള ആൾക്കാർക്ക് ഒരു ചാൻസ് ഉണ്ട്. സോ അവർക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. പിന്നെ അതിൻ്റെ താഴെയുള്ള ആൾക്കാർക്കും പോസിബിലിറ്റീസ് ആണ്. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ അവിടെ അപ്ലൈ ചെയ്യാനുള്ള പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക എത്രയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കുക. നാഷണൽ ലെവൽ കോമ്പറ്റീഷനും ബെസ്റ്റ് ഫാക്കൽറ്റീസും പിന്നെ ഹൈ റെപ്യൂട്ടേഷനും ഉള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. സോ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാൻ നോക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്ന സ്പോട്ട് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ ഓൾറെഡി, അവിടെ നിന്നല്ല എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഓൾറെഡി അപ്ലൈ ചെയ്തിടണം. എന്നാൽ മാത്രമേ സ്പോട്ടിൽ അവർ നമ്മളെ എടുക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ സ്പോട്ട് അഡ്മിഷൻ വഴിയും അത്യാവശ്യം നല്ല യൂണിവേഴ്സിറ്റികൾ കിട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയും ഒക്കെ ട്രൈ ചെയ്യാം. സോ അപ്പോൾ നല്ല യൂണിവേഴ്സിറ്റി, ഫീസും കുറവാണ്, നല്ല എക്സ്പോഷറൊക്കെ കിട്ടാനുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾക്ക് HCU നോക്കാം. ഇനി നമുക്ക് 5ാമത്തെ യൂണിവേഴ്സിറ്റി പറയാം, DU, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. ചില സബ്ജക്റ്റിനൊക്കെ അത്രയും സെറ്റപ്പ് ഫാക്കൽറ്റീസും ടോപ്പ് ലെവൽ ഓഫ് റെപ്യൂട്ടേഷനും നല്ല കോമ്പറ്റീഷനൊക്കെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. സോ നിങ്ങൾക്കൊരു 200 + 300, 200 to 300 ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഡൽഹി അപ്ലൈ ചെയ്യുക. ഇനിയിപ്പോൾ അതിന് താഴെയുള്ള ആൾക്കാർക്കും ചാൻസ് ഇല്ലാതില്ല. സോ നിങ്ങളുടെ സബ്ജക്ട് വൈസും കാറ്റഗറി വൈസും ഇത് അടുത്തടുത്ത് പറയണത് വെച്ചിട്ട് മാത്രം നിങ്ങൾ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ബിലോ ആവറേജ്, 200 താഴെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടിയാണ്. അതായത് 220 to 300 ഉള്ളവർ എന്തായാലും പിന്നെ 200 to 220 ഉള്ളവർക്കും എന്തായാലും അപ്ലൈ ചെയ്ത് നോക്കാം. അതിന് ബിലോ ഉള്ളവർക്ക് കുറച്ച് റിസ്ക് ആണ്, പക്ഷെ എന്നാലും അപ്ലൈ ചെയ്ത് നോക്കാം. സോ അഫോർഡബിൾ ആയിട്ടുള്ള, ഇവിടെയും അത്യാവശ്യം ഫീസ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫീസുള്ള യൂണിവേഴ്സിറ്റി കൂടിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. സോ ഇതും നിങ്ങൾ നോക്കാം. ഓക്കെ, ഇനി നമ്മുടെ 6ാമത്തെ യൂണിവേഴ്സിറ്റിയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, BHU. ഓക്കെ, ഈ യൂണിവേഴ്സിറ്റി എല്ലാവരും പറഞ്ഞേക്കാൾ നല്ല, എന്താ പറയുക, യൂണിവേഴ്സിറ്റീൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നല്ല അടിപൊളിയാണ്. കുറേ മുന്നുള്ള യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ നല്ല നമുക്കൊരു ക്യാമ്പസ് വൈബ് ഉള്ളൊരു യൂണിവേഴ്സിറ്റിയും കൂടിയാണ് BHU എന്ന് പറയണേക്കാം. കുറേ യൂണിവേഴ്സിറ്റി, ഇപ്പം ഞാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റികളൊക്കെ അത്യാവശ്യം ക്യാമ്പസ് ലൈഫുള്ള യൂണിവേഴ്സിറ്റികളാണെന്ന് തോന്നുന്നുണ്ട്. അതാണ് ഇവിടെ വരുമ്പോൾ ഉള്ളൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത്. നമുക്ക്
എന്താ പറയുക, ഇത്രയും ടോപ്പിലുള്ള യൂണിവേഴ്സിറ്റി പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറയുക ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, അതൊക്കെ തന്നെ ഒരു നല്ല വൈബേക്കും, നല്ല ക്യാമ്പസ് ലൈഫ് ഉണ്ടാവും. ഓക്കെ, BHUവിൽ ക്യാമ്പസ് ഫെസിലിറ്റി അടിപൊളിയാണ്. പിന്നെ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസും കൂടി ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് BHU എന്ന് പറയുന്നത്. ടയർ 2 വരുന്ന യൂണിവേഴ്സിറ്റികളിൽ കൊടുക്കുന്ന മാർക്ക് ഉണ്ടല്ലോ, ആ ഒരു മാർക്കുള്ളവർക്കും BHU അപ്ലൈ ചെയ്ത് നോക്കാം. കിട്ടാൻ അത്യാവശ്യം ഇതുവരെ പറഞ്ഞ യൂണിവേഴ്സിറ്റികളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. കുറച്ച് ഓക്കെ, വളരെ കൂടുതലല്ല, കുറച്ച്. സോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക BHU. ഇത്രയും യൂണിവേഴ്സിറ്റികൾ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം മലയാളീസ് പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റികളാണ് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളൊക്കെ. സോ നിങ്ങൾക്ക് കണക്ഷൻസ് ഈസി ആയിട്ട് കിട്ടും. സോ നിങ്ങൾ ഹെൽപ്പ് ഡെസ്കിലൊക്കെ അന്വേഷിച്ചിട്ട് അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകൾ പഠിക്കുന്ന കുട്ടികളോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അതിനനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഞാൻ തരുന്ന ഒരു ഇൻഫോർമേഷൻസ് മാത്രമല്ല, വേറെ ഇൻഫോർമേഷൻസ് നിങ്ങൾ സെർച്ച് ചെയ്യുക. ഓക്കെ, ഇനി 7ാമത്തെ യൂണിവേഴ്സിറ്റി, ഇത് ടയർ 1 പെടുമെന്ന് വെച്ചാൽ കുഴപ്പമില്ലാത്ത, ഐ മീൻ ഈ ഇതുവരെ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ വെച്ച് നോക്കുമ്പോൾ അത്ര സെറ്റല്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത യൂണിവേഴ്സിറ്റികളാണ് ഇനി പറയുന്ന കുറച്ച് യൂണിവേഴ്സിറ്റികൾ. അതാണ് ഒന്ന് നെഹു, നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി എന്നാണ് ഇതിൻ്റെ പേര്. സോ ഇത് മേഘാലയയിലാണുള്ളത്. അപ്പോൾ മേഘാലയയിലെ ഷില്ലോങ്ങിൽ നല്ല എന്താ പറയുക, ഈ ഒരു യൂണിവേഴ്സിറ്റിൻ്റെ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ നല്ല വൈബുള്ളൊരു പ്ലേസാണ്, നല്ല നാച്ചുറൽ സംഗതികൾ. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ പോകാൻ. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്ന പേയ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഫീ അത്യാവശ്യം കൂടുതലായിരുന്നു തോന്നുന്നുണ്ട് ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഞാൻ റിസ്ക് എടുക്കേണ്ട, വെറുതെ പൈസ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്രാവശ്യം എത്രയാണ് ഫീസ് വരുന്നതെന്ന് നോക്കിയിട്ട് നോക്കുക. പക്ഷേ ഞാൻ മെയിനായിട്ട് നോക്കാൻ കാരണം എന്താ വെച്ചാൽ അവിടുത്തെ പ്ലേസ്, ആ യൂണിവേഴ്സിറ്റി നിൽക്കുന്ന സ്ഥലം നല്ല നാച്ചുറൽ, നല്ല വൈബുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റി ടയർ 1 ഇതുവരെ പറഞ്ഞ യൂണിവേഴ്സിറ്റികൾ വെച്ച് നോക്കുമ്പോൾ അത്ര ടോപ്പല്ല എന്നുള്ള പറയാൻ കാരണം അത്ര കോമ്പറ്റീഷൻ കുറവാണ്. പക്ഷെ വലിയ തിരക്കേടില്ലാത്തൊരു യൂണിവേഴ്സിറ്റിയാണ് നെഹു. അപ്പോൾ നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് നെഹുവിൻ്റെ യൂണിവേഴ്സിറ്റി. ബിലോ 150 ഉള്ളവർക്കൊക്കെ മേ ബി ചിലപ്പോൾ കിട്ടാം. നിങ്ങളുടെ സബ്ജക്റ്റ് വൈസും കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്താൽ മതി എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹമുള്ളൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു നെഹു, അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചും കൂടി ഇതാക്കിയിട്ട് പറയണത്. അപ്പോൾ അത്യാവശ്യം പീസ്ഫുൾ ആയിട്ടൊക്കെ പഠിക്കണം, നല്ല നാച്ചുറൽ വൈബൊക്കെ വേണം, മേഘാലയയിൽ പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി ബെസ്റ്റാണ്. പിന്നെ 8ാമത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് തേജ്പൂർ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ തേജ്പൂരും അത്യാവശ്യം ആസാമിലാണ് ഇതിൻ്റെ പ്ലേസ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ അത്ര കോമ്പറ്റീഷൻ ഇല്ല എന്ന് പറയാം ഇപ്പോൾ പറഞ്ഞ യൂണിവേഴ്സിറ്റികൾ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ ഒരു കുഴപ്പമില്ലാത്തൊരു യൂണിവേഴ്സിറ്റി, നെഹുവിനൊക്കെ പോലെ തന്നെ. അക്കാഡമിക് ക്വാളിറ്റിയും യൂണിവേഴ്സിറ്റി റെപ്യൂട്ടേഷനും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ 150 താഴെയുള്ളവർക്കൊക്കെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, ചാൻസ് ഉണ്ട് കിട്ടാൻ. ഓക്കെ, ഇനി 9ാമത് വരുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇഫ്ലു, ഇംഗ്ലീഷ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി. ലാംഗ്വേജസിന് ബെറ്റർ ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് ഈ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഇഫ്ലു എന്ന് പറയുന്നത്. സോ ഇഫ്ലുവിൽ മെയിൻ ലാംഗ്വേജസ് ആണ് ഏറ്റവും അടിപൊളിയായിട്ട് നിൽക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ ലാംഗ്വേജസ് ചൂസ് ചെയ്ത ആൾക്കാർക്ക് ഇഫ്ലു ട്രൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം കോമ്പറ്റീഷൻ ഉണ്ട് ലാംഗ്വേജസിൻ്റെ കാര്യത്തിൽ വരുമ്പം. സോ നിങ്ങൾ ഈ ഇംഗ്ലീഷിലൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ല കോമ്പറ്റീഷൻ ഉള്ള വിഷയമാണല്ലോ ഇംഗ്ലീഷ്, നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കണ്ടതാണ്. സോ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് പഠിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്, യൂണിവേഴ്സിറ്റിയാണ് ഇഫ്ലു. ഓക്കെ, പിന്നെ ഇഫ്ലുവിൻ്റെ മെയിൻ പ്രത്യേകത നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ അത്രയും നല്ലത്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്. അവരൊക്കെ പറഞ്ഞ ഫീസിൻ്റെ കാര്യം വലിയ ഹൈ അല്ല, കുറവാണ്. അപ്പോൾ നിങ്ങളുടെ ഫീയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയും യൂണിവേഴ്സിറ്റികളാണ് ടയർ 1 വന്ന യൂണിവേഴ്സിറ്റികൾ. അതിൽ ലാസ്റ്റ് പറഞ്ഞ കുറച്ച് യൂണിവേഴ്സിറ്റി, ഫസ്റ്റ് പറഞ്ഞ യൂണിവേഴ്സിറ്റി അത്ര ടോപ്പ് അല്ലെങ്കിലും അത്യാവശ്യം തിരക്കേടില്ലാത്ത യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ ഇഫ്ലു ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ നല്ല ടോപ്പായിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. സോ നമുക്കിനി ടയർ 2 യൂണിവേഴ്സിറ്റികൾ നോക്കാം. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ യൂണിവേഴ്സിറ്റികൾ നിങ്ങളുടെ മാർക്കും കാര്യങ്ങളും ഡീറ്റെയിൽസും എങ്ങനെയൊക്കെ നോക്കണ്ടേ, എങ്ങനെയൊക്കെ ചെയ്യേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്, മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇനി ടയർ 2 യൂണിവേഴ്സിറ്റി നോക്കാം. ടയർ 2 യൂണിവേഴ്സിറ്റിൻ്റെ പ്രത്യേകത ടയർ 1 വെച്ച് നോക്കുമ്പോൾ അത്ര സെറ്റപ്പ് അല്ല, പക്ഷെ ടയർ 3 വെച്ച് നോക്കുമ്പോൾ അതിലേറെ മെച്ചമുണ്ട്. ഒരു മിഡിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റീസാണ് ടയർ 2 യൂണിവേഴ്സിറ്റികൾ. ഓക്കെ,
അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. മെയിൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, പിന്നെ പഞ്ചാബ് യൂണിവേഴ്സിറ്റി, പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനും, പിന്നെ ഹരിയാന, പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക. ഇനിയും കുറച്ചുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയും യൂണിവേഴ്സിറ്റികൾ ടയർ 2ലുള്ള യൂണിവേഴ്സിറ്റികളാണ്. 130 to 170 മാർക്കുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ യൂണിവേഴ്സിറ്റിയാണ്. അതിന് താഴെയുള്ളവർക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്ജക്ട് വൈസ്, കാറ്റഗറി വൈസ് ഒക്കെ കോമ്പറ്റീഷൻ നോക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യാം. അപ്പം 130-170 ഉള്ള ആൾക്കാർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അപ്ലൈ ചെയ്താൽ കിട്ടാൻ പറ്റിയ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈ ഇത്രയും പറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ. ഈ ടയർ 2ലുള്ള യൂണിവേഴ്സിറ്റികൾ, ചില യൂണിവേഴ്സിറ്റികളുടെ ഫീസൊക്കെ കുറച്ച് കൂടുതലാണ്. ഞാൻ ഇന്ത്യ സംബന്ധിച്ചെടുത്താട്ട് പറഞ്ഞത്, എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക എത്രത്തോളം കൂടുതലുണ്ട്, എങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ, പിന്നെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും അത്യാവശ്യം കുഴപ്പമില്ലാത്ത യൂണിവേഴ്സിറ്റികളാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇവരുടെ എന്താ പറയുക ഹെൽപ്പ് ഡെസ്കിലൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും യൂണിവേഴ്സിറ്റികളാണ് ടയർ 2ലുള്ള യൂണിവേഴ്സിറ്റികൾ. ഇനി നമുക്ക് ടയർ 3ലുള്ള യൂണിവേഴ്സിറ്റികൾ നോക്കാം. ഫസ്റ്റിനും സെക്കൻഡിനും വെച്ച് നോക്കുമ്പം അതിലേറെ എല്ലാ രീതിയിലും താഴ്ന്നു നിൽക്കുന്ന യൂണിവേഴ്സിറ്റികളാണിത്. പക്ഷേ ചില യൂണിവേഴ്സിറ്റികളിൽ ചില സബ്ജക്റ്റുകൾ അത്യാവശ്യം നല്ലതായിരിക്കാം. ഓക്കെ, അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. അപ്പം നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഹെൽപ്പ് ഡെസ്കിലൊക്കെ ആൾക്കാരോട് അവരുടെ സബ്ജക്റ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഈ സബ്ജക്റ്റ് കൊള്ളാം, കുഴപ്പമില്ല, പക്ഷെ ചിലർ പറയും ഇത് ഇങ്ങോട്ട് വരണ്ട, ഇത് നല്ലതല്ല, അങ്ങനെയും പറയും. അപ്പോൾ ചില യൂണിവേഴ്സിറ്റികളിൽ ടയർ 3യിൽ വരുന്നതാണെങ്കിലും 1-2 സബ്ജക്റ്റ് വൈസ് അവിടുത്തെ ഫാക്കൽറ്റീസും കാര്യങ്ങളൊക്കെ നല്ല സ്ട്രിക്റ്റും നല്ല അവർക്ക് നല്ല അക്കാഡമിക്സൊക്കെ കൊടുക്കുന്ന സ്റ്റുഡൻസിന് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഫാക്കൽറ്റീസ് ഉണ്ടാകും. സോ മെയിൻ എക്സാമ്പിളാണ് ഇവിടുത്തെ എൻ്റെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ ടയർ 3യിൽ വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ ഇവിടുത്തെ MBA ട്രാവൽ ആൻഡ് ടൂറിസം അത്യാവശ്യം നല്ല കോഴ്സാണ്, പിന്നെ ഫീസും കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. അപ്പം നിങ്ങൾ അങ്ങനെയും കൂടി അന്വേഷിച്ച് നോക്കാവും. അപ്പോൾ ഹൈ കോമ്പറ്റീഷൻ ഇല്ലാത്ത ഈസി ആയിട്ട് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉള്ള യൂണിവേഴ്സിറ്റികളാണ് ടയർ 3ലുള്ള യൂണിവേഴ്സിറ്റികൾ. അപ്പോൾ നിങ്ങൾ ബാക്കപ്പ് പ്ലാൻ ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് കേട്ടോ ഇത്. അപ്പോൾ ടയർ 1ലുള്ള യൂണിവേഴ്സിറ്റികൾക്ക് കൊടുക്കുന്ന ആൾക്കാർക്ക് ബാക്കപ്പ് പ്ലാൻ ആയിട്ട് ടയർ 2ലുള്ള കൊടുക്കാം. ടയർ 2ലുള്ള ആൾക്കാർക്ക് ബാക്കപ്പ് പ്ലാൻ ആയിട്ട് ടയർ 3ലുള്ള കൊടുക്കാം. ഓക്കെ, അപ്പം ടയർ 3ലുള്ള യൂണിവേഴ്സിറ്റികളെ ഏതൊക്കെയെന്നുള്ളത് നോക്കാം. ഒന്ന് IGNTU, ഒന്നാമത്തത് വരുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി, പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കശ്മീർ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു, പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചലും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്ത്. ഇനിയും കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളത് എനിക്ക് ബീഹാർ, പിന്നെ ആന്ധ്രാപ്രദേശ് ഇതൊക്കെ വരുന്നത് ഇതിൽ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ടയർ 3യിൽ. അപ്പോൾ ആ യൂണിവേഴ്സിറ്റികളെ കുറിച്ചൊക്കെ നോക്കാം. ഈ യൂണിവേഴ്സിറ്റികളിൽ അണ്ടറിൽ പ്ലസ് ഉള്ളതും അണ്ടറിൽ ബിലോ ഉള്ളവർക്കും കിട്ടാൻ നല്ല ചാൻസ് ഉള്ള യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ നിങ്ങൾ 100ൽ താഴെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക. ടയർ 3ലുള്ള യൂണിവേഴ്സിറ്റികൾ മാക്സിമം എല്ലാവരും അവരുടെ യൂണിവേഴ്സിറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിച്ച് കണ്ടെത്തുക, അവർക്ക് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റിൻ്റെ. അപ്പോൾ ഇത്രയും യൂണിവേഴ്സിറ്റികളാണ്. ഇനി ടയർ 1, ടയർ 2, ടയർ 3 എന്നുള്ള ഡൗട്ട്സ് ഒന്നും വേണ്ട. ഈ യൂണിവേഴ്സിറ്റിനെ കുറിച്ചും അതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി ഞാൻ കുറച്ച് എൻ്റെ എക്സ്പീരിയൻസ് പറയാം. എനിക്ക് ഫസ്റ്റ് അഡ്മിഷൻ കിട്ടിയത് ബീഹാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരുന്നു. അപ്പോൾ അവരെനിക്ക് മെയിൽ അയച്ചു. അപ്പോൾ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ ഓക്കെ നോക്കാം എന്ന് വിചാരിച്ചു. അതിനെക്കുറിച്ച് അപ്പോഴാണ് ഞാൻ അന്വേഷിച്ചത്. അതായിരുന്നു എൻ്റെ മെയിൻ മിസ്റ്റേക്ക്. ഞാൻ എല്ലാ യൂണിവേഴ്സിറ്റി കിട്ടിയതിന് ശേഷമാണ് അന്വേഷിക്കുന്നത്. നിങ്ങൾ അതിന് മുന്നേ തന്നെ അന്വേഷിച്ചാൽ അത്രയും ഫീസ് നിങ്ങൾക്ക് അവിടെ എന്താ പറയുക സേവ് ചെയ്യാൻ പറ്റും. ഞാൻ കുറേ അപ്ലൈ ചെയ്തു. ആ അപ്ലൈ ചെയ്തതിൻ്റെ ഫീസൊക്കെ വെറുതെ ആയി. കാരണം കിട്ടിയ യൂണിവേഴ്സിറ്റികളെല്ലാം ഒന്നും ഞാൻ നോക്കിയിട്ട് പോലുമില്ല. പിന്നെ എനിക്ക് റിഗ്രറ്റ് വന്നു, നോക്കിയിട്ട് അപ്ലൈ ചെയ്താൽ മതിയേനു എന്നുള്ളൊരു സംഭവം. അപ്പോൾ ബീഹാർ യൂണിവേഴ്സിറ്റീൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ അവിടെ ഞാൻ അപ്ലൈ കിട്ടിയപ്പോൾ തന്നെ ഞാൻ അവിടുത്തെ എൻ്റെ കോഴ്സിൽ വരുന്ന ആൾക്കാരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് അത്ര വലിയൊരു ഇത് തോന്നിയില്ല. സോ ഞാൻ ഓക്കെ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ ചില കോഴ്സ് വേണമെങ്കിൽ അടിപൊളിയായിരിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച്. എനിക്ക് കോഴ്സ് മാത്രമല്ല, എനിക്ക് മൊത്തത്തിൽ അങ്ങോട്ടൊരു താല്പര്യം വന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് രണ്ടാമത് വന്നത് കശ്മീർ എന്നായിരുന്നു. അപ്പം കശ്മീർ യൂണിവേഴ്സിറ്റിയും ഞാൻ കുറേ പിന്നെയാണ് അന്വേഷിക്കണത്. അപ്പം അത് അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ വിചാരിക്കുന്ന എൻ്റെ മെയിൻ തിങ് എന്താ വെച്ചാൽ ഫീസ് കുറയണം. പിന്നെ എനിക്ക് അക്കാഡമിക്സ് ബെറ്റർ അല്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് ഫീസ് നന്നായിട്ട് കുറഞ്ഞാൽ മതി. കാരണം ഞാൻ തന്നെ മാനേജ് ചെയ്യണതുകൊണ്ട് എനിക്ക് അത് മാക്സിമം കുറയണം.
പ്ലേസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആ രീതിയിലാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ കാശ്മീർ എനിക്ക് അവിടുത്തെ ഒരു നമ്മൾ കശ്മീർ അടിപൊളിയല്ലേ ആ ഒരു സാധനം ഉണ്ടല്ലോ നമ്മളെ മനസ്സിൽ, കശ്മീർ പോവാലോ എന്നുള്ളൊക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് കൊണ്ട് ഞാൻ കശ്മീർ ഓക്കെ ആയിരുന്നു. പക്ഷേ പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ കശ്മീർക്ക് പോവാനുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഐ മീൻ ഞാൻ എല്ലാ ഭാഗത്തുനിന്നും ചെക്ക് ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം. ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തുനിന്നും നമ്മൾ നോക്കണമല്ലോ, അങ്ങനെയൊക്കെ നോക്കിയിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ എനിക്ക് കുറച്ച് ഇനി അടുത്ത ഏത് കിട്ടുന്നത് നോക്കാമെന്ന് കാരണം ഞാൻ പഞ്ചാബ് ഫോക്കസ് ചെയ്തിട്ടാണ് നിൽക്കണം. പഞ്ചാബ് കിട്ടണ വരെ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചിങ്ങനെ നിന്ന്. പഞ്ചാബ് ആണെങ്കിൽ ഭയങ്കര ലാഗായിട്ടാണ് വരുന്നത്. ഞാൻ അവരപ്പോൾ ടോട്ടൽ ഒരു ലിസ്റ്റ് ഇട്ട, അപ്പം അതിൽ ഞാൻ താഴെ വരുന്നത്. അപ്പം എനിക്ക് തോന്നിയത് ഇപ്പോഴത്തെ കാലത്തൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ടൈമിലാണ് ഹിമാചലിൻ്റെ വരുന്നത്. അപ്പോൾ ഹിമാചലിൽ വന്നപ്പോൾ ഞാൻ ഓക്കെ ഇനിയിപ്പോൾ ഇതും കൂടി ഞാൻ ഫീ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും പോയി പോകും. അപ്പം ഞാൻ ഓക്കെ ഇത് ഫീ പേ ചെയ്യാം. നമുക്ക് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയിട്ട് അപ്പം ഇമെയിൽ വരും. ഇമെയിൽ വന്നിട്ട് ഒരു പറയും ഇത്ര ഡേറ്റിനുള്ളിൽ ഫീ പേ ചെയ്യണമെന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫീ പേ ചെയ്തില്ലെങ്കിൽ അവർ നമ്മുടെ സീറ്റ് അവിടെ പോകും. പിന്നെ നമുക്ക് അങ്ങോട്ടൊരു ഓപ്ഷൻ ഇല്ല യൂണിവേഴ്സിറ്റിക്ക്. സോ ഞാൻ എന്ത് ചെയ്തു, ഫീസ് പേ ചെയ്ത് അവിടെ സീറ്റ് അങ്ങോട്ട് ഉറപ്പിച്ചു. ഓക്കെ, ചില യൂണിവേഴ്സിറ്റികളിൽ ഫീസ് പേ ചെയ്യാൻ ഓൺലൈനായിട്ട് പേ ചെയ്യാൻ പറ്റില്ല, അവിടെ തന്നെ പോയിട്ട് അഡ്മിഷൻ്റെ കാര്യങ്ങൾ സെറ്റാക്കുന്ന അങ്ങനത്തെ ചില യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി കിട്ടുന്നതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽസ് ആയിട്ട് അന്വേഷിക്കുമ്പോൾ എങ്ങനെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളതും കൂടി നിങ്ങൾ അന്വേഷിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഫീ ഓൺലൈനായിട്ട് പേ ചെയ്താൽ മതിയായിരുന്നു. പിന്നെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ മാത്രം നേരെ വന്നാൽ മതിയായിരുന്നു. ക്ലാസ് തുടങ്ങുന്നതിൻ്റെ ഒരു 3 ഡേ മുന്നേ നമുക്ക് അഡ്മിഷൻ ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് കുറേ ടൈം ഇല്ലല്ലോ, കുറച്ചുകൂടി കഴിഞ്ഞ് ക്ലാസ് തുടങ്ങുമല്ലോ. സോ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഓൺലൈൻ ഫീ പേ ചെയ്തു. ഞാനിപ്പോൾ ഇവിടെ ന്യൂ മീഡിയ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ന്യൂ മീഡിയയിൽ ഇവിടെ ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല, കാരണം അത്രയ്ക്ക് ഫെസിലിറ്റീസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നാമത് നമ്മുടെ യൂണിവേഴ്സിറ്റീൻ്റെ പുതിയ ക്യാമ്പസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പണിയൊക്കെ ഇങ്ങനെ ഏകദേശം കഴിയാനായി. മേ ബി അങ്ങോട്ടൊക്കെ മാറുമ്പോൾ ചിലപ്പോൾ ഫെസിലിറ്റീസ് കൂടാവും. നമ്മുടെ ഫാക്കൽറ്റീസ് അത്യാവശ്യം നല്ലതല്ല എന്നുണ്ടെങ്കിലൊക്കെ തീരുമാനമാണ്. സോ ഞാൻ പിന്നെ എന്തുകൊണ്ട് വൈ ഐ ചൂസ് ഹിമാചൽ എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഫീസാണ്. എനിക്ക് 5550 അഡ്മിഷൻ ഫീ വന്നിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് സം ഫീ ഒക്കെ 3450 ഉള്ളതിന്. സോ ഞാൻ ഓക്കെ എന്നെ കൊണ്ട് ഇതേ പറ്റുള്ളൂ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഈ ഹിമാചൽ ചൂസ് ചെയ്തത്. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പഞ്ചാബിൽ നിന്ന് അഡ്മിഷൻ വന്നു. അവരെ ഇമെയിൽ അയച്ചു. അപ്പം ഞാൻ ഓക്കെ എന്നാൽ പഞ്ചാബ് നോക്കാമെന്ന് വിചാരിച്ചു. ബട്ട് പിന്നെ ഞാൻ അന്വേഷിക്കണം അതിൻ്റെ ഫീസ്. അപ്പം എനിക്കപ്പോൾ മെയിൻ റിഗ്രറ്റ് ഉണ്ടായിന്. ഞാൻ ഇത്രയും യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്തു, എൻ്റെ പൈസ ഒക്കെ അവിടെ പോയി. ഞാൻ എന്നിട്ട് ചൂസ് ചെയ്തത് ഹിമാചൽ യൂണിവേഴ്സിറ്റി. സോ ആദ്യം തന്നെ എനിക്ക് നോക്കിയാൽ മതിയായിരുന്നു, എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുമോ, ഫീസും കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കിയാൽ മതിയായിരുന്നു. ഞാൻ നോക്കിയില്ല. അതാണ് ഞാൻ പറയണത്, നിങ്ങൾ മാക്സിമം യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യണതിന് മുന്നേ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് റിഗ്രറ്റ് അടിക്കേണ്ടി വരും. അതുകൊണ്ടാണ്. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ MBA കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ MBA ഇവിടെ അത്യാവശ്യം നല്ല കോഴ്സാണ്. MBA ജനറൽ, MBA TT ഉണ്ട്. അതിൽ ജനറലിനേക്കാളും അടിപൊളി MBA TT ആണ്. അപ്പോൾ MBA TT എടുക്കുന്ന ആൾക്കാർക്ക് പറ്റിയ യൂണിവേഴ്സിറ്റിയാണ്. കാരണം പൊതുവെ MBAക്ക് നല്ല ഫീസാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഇവിടെ അത്ര ഫീസ് ഇല്ല. പിന്നെ നമുക്ക് സ്കോളർഷിപ്സിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് നമ്മളെ ഫീ ഈ സ്കോളർഷിപ്പിൽ പോകും. അതുകൊണ്ട് ഫീസിൻ്റെ കാര്യത്തിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ അത് എങ്ങനെ സ്കോളർഷിപ്സ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ മുന്നത്തെ വീഡിയോ കണ്ടു നോക്കുക. പിന്നെ ഞാൻ ഇവിടെ MBAയിൽ ഇവിടെ അത്യാവശ്യം ഇവിടെ എൻ്റെ റൂംമേറ്റ്സൊക്കെ MBAയിലായിരുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ കുട്ടികൾ MBA ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ നിന്നാണ്. സോ MBA നല്ലൊരു ഇതാണ്. അതായത് പറഞ്ഞാൽ ഈ Tier 3 വരുന്ന ചില കോഴ്സ് ചിലപ്പോൾ അടിപൊളിയായിരിക്കാം. അപ്പോൾ നിങ്ങൾ മാക്സിമം അന്വേഷിക്കുക. എനിക്ക് അഡ്മിഷൻ കിട്ടുന്ന ആ ഒരു ടൈമായി ഇപ്പം കുറേ ഇമെയിലും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പം തന്നെ ഞാൻ മാക്സിമം അന്വേഷിച്ചിട്ടുണ്ട്. മാക്സിമം എവിടെ നിന്നൊക്കെ കോണ്ടാക്ട്സ് കിട്ടുമോ കോൾ ചെയ്തിട്ട് വരെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ അന്വേഷിക്കാം. നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക നിങ്ങളുടെ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട്. എന്നിട്ട് അതിനനുസരിച്ച്
അപ്ലൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ നിങ്ങൾ ഇനി അപ്ലിക്കേഷൻ ഫീസ് ഇല്ലാത്ത യൂണിവേഴ്സിറ്റികൾ അവിടെ എന്തായാലും കൊടുക്കാൻ നോക്കുക. നമ്മളെ ടൈമിലും കുറച്ച് യൂണിവേഴ്സിറ്റികൾ അങ്ങനെ ഉണ്ടായിരുന്നു, തമിഴ്നാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അതൊക്കെ വരണമെന്ന് അറിയില്ല. അത് അതിനനുസരിച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് കൊടുക്കാൻ നോക്കുക. അതെന്തായാലും കൊടുക്കുക, എന്തായാലും ഫീസൊന്നും ഇല്ലല്ലോ. അപ്പം പിന്നെ എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്ത് കിട്ടും. ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾ മാക്സിമം സബ്ജക്ട് വൈസും കാര്യങ്ങളൊക്കെ നോക്കി കാറ്റഗറി വൈസൊക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ നോക്കണ്ടേ എന്നുള്ള കാര്യം മനസ്സിലാവും. എന്നിട്ട് മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. റിഗ്രറ്റ് പാടില്ല. പൈസ കുറേ വെറുതെ കളയാൻ നിൽക്കണ്ട. ഇനിയിപ്പം പൈസ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാരാണെങ്കിൽ മാക്സിമം യൂണിവേഴ്സിറ്റികൾ അപ്ലൈ ചെയ്തിടുക, നല്ല യൂണിവേഴ്സിറ്റികളും അപ്ലൈ ചെയ്തിടാൻ നോക്കുക. ഇനി അടുത്ത വീഡിയോയിൽ മെയിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം അത്രയ്ക്കുള്ളൂ. എല്ലാവർക്കും ബൈ.